അധ്വാന മേഖലകളിൽ ജീവസന്ധാരണത്തിന് വേണ്ടിയുള്ള നടപടിക്രമങ്ങളിൽ ഒരെത്തും പിടിയും കിട്ടാതെ എന്ത് ചെയ്യണമെന്ന് അറിയാൻ വരാൻ പകച്ചു നിൽക്കുന്നവരെ പരിശുദ്ധാത്മാവിൻ്റെ ശക്തിയാൽ ഈ ഒറ്റ ആശീർവാദം കൊണ്ട് നിൻ്റെ ബന്ധങ്ങൾ അഴിഞ്ഞു മാറട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിൻ്റെ യാത്രകൾ, നിൻ്റെ ജോലികൾ, നീ ചെയ്തു തീർക്കേണ്ട ഉത്തരവാദിത്തങ്ങൾ, നിന്നെ മറ്റുള്ളവർ പഴി പറഞ്ഞുകൊണ്ടിരിക്കുന്ന പല വിഷയങ്ങളും, നിനക്ക് പരിഹരിക്കാൻ പറ്റാത്ത രീതിയിൽ നീ കുഴഞ്ഞു നിൽക്കുന്ന, അത് ഓർക്കുമ്പോൾ ദീർഘനിശ്വാസം തോന്നുന്ന, അത് ഓർക്കുമ്പോൾ ഉറക്കം വരുന്ന ഓരോ വിഷയങ്ങളുണ്ട്. ചില വിഷയങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് ഉറക്കം വരും, സങ്കടം വരും. അവിടെ പോയി ചാടിക്കൊടുത്തതല്ലേ, അങ്ങനെ ഒരു അവസ്ഥ ഇല്ലായിരുന്നെങ്കിൽ സമാധാനം ഉണ്ടായിരുന്നല്ലോ. പഴയകാല ചെയ്തുള്ള അപ്പോൾ ഓരോരോ വിഷയത്തിന് വേണ്ടി നമ്മൾ ഓരോരോ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കും. അപ്പോഴത് വളരെ ഉത്സാഹം തോന്നും, പിന്നീട് അത് വളരെ ബാധ്യതയായിട്ട് മാറും. ഇങ്ങനെയുള്ള ജാർഗൻസ്, ഛണ്ടികളെ കർത്താവിൻ്റെ നാമത്തിൽ നീങ്ങിപ്പോട്ടെ എന്ന് കൽപ്പിക്കുന്നു. അത് പരിഹരിക്കാൻ, അത് അത്യാവശ്യമാണെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായ കൃപ കർത്താവ് നിന്നിലേക്ക് ചൊരിയട്ടെ. കല്യാണം വർഷങ്ങൾ കഴിഞ്ഞിട്ട് കല്യാണം ഒത്തുവരാത്തവർ, മക്കളില്ലാത്തവർ, വർഷങ്ങളായിട്ട് മക്കളില്ലാത്തവർ, ആ വിഷയം തന്നെ മറന്നിരിക്കുന്നവർ, ഇടക്കിടക്ക് ഓർക്കുമ്പോൾ ദീർഘനിശ്വാസം ജീവിതം തീർന്നു പോയെന്നൊക്കെ വിചാരിച്ചുകൊണ്ട് മനസ്സ് തണുത്തു പോകുന്നവർ, ആരെപ്പോനെ ചൂടാക്കുകയും വാടിപ്പോയി നനച്ചു കിളപ്പിക്കുകയും ചെയ്യുന്ന പരിശുദ്ധാത്മാവിൻ്റെ അഗ്നിവർഷം നിന്റെ ആത്മാവിൽ അഭിഷേകമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സാമ്പത്തിക മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ഏറെ ക്ലേശം അനുഭവിക്കുന്ന ഞങ്ങളുടെ മക്കളുടെ മേൽ ദൈവത്തിൻ്റെ കരുണ ചൊരിയണമെന്ന് മാതാവിൻ്റെ മധ്യസ്ഥയിൽ പ്രാർത്ഥിക്കുന്നു. കൃപാസ്ഥാനത്താലെ ജീവനുടെ പ്രത്യക്ഷയുടെ മാതാവിൻ്റെ മധ്യസ്ഥത്തിൽ നിന്റെ യാത്രകൾ ആശ്രയിക്കപ്പെടട്ടെ, നിന്റെ ചിന്തകൾ ആശ്രയിക്കപ്പെടട്ടെ. നിന്റെ തീരുമാനം നടപ്പിൽ വരുത്താൻ ഇച്ഛാശക്തിയ ദൈവം പരിശുദ്ധാത്മാവിൻ്റെ ഇന്ധനം കൊണ്ട് ശക്തിപ്പെടുത്തുകയും നീ ഇന്ന് അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി, നിന്റെ കുടുംബം അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി, നിന്റെ മക്കൾ അനുഭവിക്കുന്ന പ്രത്യേക പ്രതിസന്ധി, അഥവാ ചില മക്കൾ ഡിപ്രഷൻ ആയിരിക്കുന്നവരുണ്ട്, ചില മക്കൾ വീടുകളിൽ നിന്ന് ഇറങ്ങി ഒരു ജോലിക്ക് പോലും പോകാത്തവരുണ്ട്, ഒരു അടിയന്തരത്തിന് പോലും പോകാത്തവരുണ്ട്, വീട്ടിൽ തന്നെ കുത്തി കറങ്ങിയിരിക്കുന്ന ആൾക്കാരുണ്ട്. അവരെല്ലാം കർത്താവിൻ്റെ നാമത്തിൽ അഴിച്ചു വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധ മാതാവിൻ്റെ മധ്യസ്ഥ അവരുടെ രോഗങ്ങൾ സുഖപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ വിദ്യാഭ്യാസ മേഖലകളിലെ കുഞ്ഞുങ്ങൾ അനുഭവിക്കുന്ന മേൽഗതിക്ക് വേണ്ടി ഉയർന്ന വിദ്യാഭ്യാസത്തിന് വേണ്ടി ശ്രമിക്കുന്നവർക്ക് അഡ്മിഷൻ കിട്ടാതിരിക്കുകയും അവർക്ക് ഏത് സബ്ജക്റ്റ് എടുക്കണം, ഏത് കോളേജിൽ നിനക്ക് വന്ന് കൺഫ്യൂഷൻ കൊണ്ട് പ്രാർത്ഥിക്കുന്ന മക്കളും അവരുടെ മാതാപിതാക്കന്മാരെ ഈ നിമിഷം ഞാൻ ആശീർവദിക്കുന്നു. നിങ്ങൾക്ക് 72 മണിക്കൂറിനുള്ളിൽ നിങ്ങളുടെ വിഷയത്തിന് ദൈവം തീരുമാനം എടുക്കട്ടെ. ലോർഡ് ജീസസ് ക്രൈസ്റ്റ് ദ ഫയർ ഫിംഗർ സോക്ക് വിത്ത് ദ പ്രഷ്യസ് ബ്ലഡ്, ലോർഡ് ഇൻ പീസ് സ്പിരിറ്റ് ഓഫ് പവർ ആൻഡ് ഗ്രേസ്. മനസ്സിന് സുവിശേഷത്തിൻ്റെ ശക്തി വാരിക്കോരി ചൊരിയുന്ന അസുലഭമായ ആവേശത്തിൻ്റെ അഭിഷേക ദിവസമാണ് ഈ സെൻറ്റ് തോമസിൻ്റെ രക്തസാക്ഷ്യത്തെക്കുറിച്ച് നമ്മൾ ആലോചിക്കുന്നത്, ചിന്തിക്കുന്നത്, അത് ചിന്തയിൽ നമ്മൾ ജീവിക്കുന്നത്. ഞാൻ ഒത്തിരി പ്രാവശ്യം സെൻറ്റ് തോമസിനെക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. എനിക്ക് സെൻറ്റ് പീറ്ററും സെൻറ്റ് പോൾസും പലപ്പോഴും അതുപോലെ തന്നെ അപ്പോസ്തലൻ അല്ലെങ്കിൽ പോലും സെൻറ്റ് സെബാസ്റ്റ്യൻ, ഇവരൊക്കെ എന്നെ വല്ലാത്ത രീതിയിൽ എൻ്റെ ആധ്യാത്മികത എപ്പോഴും ഇങ്ങനെ സ്വാധീനിച്ചിട്ടുള്ളതാണ്. ഞാൻ പൗലോസ് അപ്പോസ്തലനെ പഠിക്കുന്നത് പോലും സെൻറ്റ് തോമസിലൂടെയാണ്. അതെന്താണെന്നറിയാമോ, ഒരിക്കൽ ഞാനിങ്ങനെ സെൻറ്റ് തോമസിനെ പൗലോസ് അപ്പോസ്തലനെ കുറിച്ച് പറഞ്ഞപ്പോഴേ പരിശുദ്ധാത്മ പറഞ്ഞു, ഈ പൗലോസ് ഇത് പറഞ്ഞിരിക്കുന്നത് സെൻറ്റ് തോമസിനെ കുറിച്ചാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ തന്നെ ആര്യപ്പെട്ടു. പൗലോസ് സെൻറ്റ് തോമസ് നമ്മൾ കണ്ടു കാണത്തില്ല, പക്ഷേ ട്രഡീഷണൽ ബേസിൽ എന്തെങ്കിലും, അതായത് നമുക്കും പോയി അവനോട് മരിക്കാമെന്ന് പറഞ്ഞില്ലേ. യോഹന്നാന്റെ 11:16 ദിദിമോസ് എന്ന തോമസ് അപ്പോൾ ദിദിമോസ് എന്ന് വിളിക്കപ്പെടുന്ന തോമസ് അപ്പോൾ മറ്റു ശിഷ്യന്മാരോട് പറഞ്ഞു അവനോടൊപ്പം മരിക്കാൻ നമുക്കും പോകാം. അപ്പം ഇതൊരു കോൺഷ്യസ് ആണ് ശരിക്കും. പാഷൻ കോൺഷ്യസ് കർത്താവിന് ഡെവലപ്പ് ചെയ്ത് വന്നായിരുന്നു. കർത്താവിൻ്റെ പീഡാസകനെക്കുറിച്ച് കർത്താവിനൊരു ബോധം ഉണ്ടാകുമായിരുന്നു. ഇതുപോലെ തന്നെ സമാന്തരമായിട്ട് സെൻറ്റ് തോമസിന് ഒരു പാഷൻ കോൺഷ്യസ് ഉണ്ട്. എന്താണ്? ക്രിസ്തുവിൻ്റെ കൂടെ പോയാൽ സ്വാഭാവികമായിട്ട് സംഭവിക്കാവുന്ന സ്വാഭാവികമായ സമാപ്തിയാണ് എന്താണ്? സുവിശേഷത്തിന് വേണ്ടി രക്തസാക്ഷിയാവുക. ഇത് ആദിമസഭയെ ശരിക്കും പുളകം കൊള്ളിച്ചിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ വലിയ ദൂരങ്ങൾ സഞ്ചരിക്കാൻ തോമസിനെ പ്രേരിപ്പിച്ചതും തിരഞ്ഞെടുക്കപ്പെട്ടതും എല്ലാം ഈ ഇച്ഛാശക്തിയുടെ പിൻബലത്തിൽ ആദ്യം സഭയ്ക്കുണ്ടായിരുന്ന
അപ്പോസ്തലിക വിശ്വാസാനുഭവമാണ്. എന്താ കാര്യം? പിന്നീട് ഇതിനെക്കുറിച്ചാണ് പൗലോസ് പറയണത്. പണ്ടിങ്ങനെ ഒരാൾ പറഞ്ഞിട്ടുണ്ട്, എന്താണ്, നമുക്കും പോയി അവനോട് മരിക്കാമെന്ന്. എന്താ കാര്യം? അവനോടുകൂടി മരിക്കുന്നവർ തിമോത്തി ബിഷപ്പാണല്ലോ. തിമോത്തി ബിഷപ്പിനോട് പൗലോസ് അപ്പോസ്തലൻ പറഞ്ഞു കൊടുക്കുന്ന മാതൃക സെൻറ്റ് തോമസിൻ്റെ മാതൃകയാണ്. എന്താണ് ബിഷപ്പ്മാരെന്ന്? അന്നത്തെ ബിഷപ്പ്മാരെന്ന് പറയുമ്പോൾ അതായത് ബിഷപ്പ്മാർ ആരായാലും ബിഷപ്പായെന്ന് കേട്ട് കഴിഞ്ഞാൽ, ഇപ്പോൾ ആഫ്രിക്കയിലൊക്കെ നോക്കിയേ, അത് തന്നെ സംഭവം. ആദിമസഭയിലെ അവസ്ഥയാണ്. ബിഷപ്പാണെന്ന് പറഞ്ഞാൽ അവനെപ്പോഴായാലും അവന് ജീവൻ പോകും. അതുകൊണ്ട് എന്ത് പറ്റി? സ്കേപ്പ് ഗോട്ട് പോലെ സഭയ്ക്ക് വേണ്ടി ബലിയർപ്പിക്കപ്പെട്ട ജീവിതത്തിൻ്റെ അടയാളമായിട്ടാണ് ചുവന്ന അരപ്പട്ട കെട്ടുന്നത്. ഇപ്പോൾ സെൻറ്റ് തോമസ് പൗലോസ് തിമോത്തിക്ക് ചുവന്ന അരപ്പട്ട കെട്ടുമ്പോൾ പറയണ ഒരു ഉപദേശമുണ്ട്. തിമോത്തി, ഇതെന്തിൻ്റെ അടയാളമാണെന്നറിയാവോ? നമ്മൾ അവനോടുകൂടെ സഹിച്ചെങ്കിൽ. പണ്ട് തോമസ് അപ്പോസ്തലൻ പറഞ്ഞിട്ടുണ്ട്. എന്താണ്? തോമസ് അപ്പോസ്തലനല്ല അത് പറഞ്ഞിരിക്കണത്, പിന്നെ വേറെ ആരും പറഞ്ഞിട്ടില്ലല്ലോ. എന്താ? നമുക്കും പോയി അവനോടുകൂടെ മരിക്കാം. എന്താ കാര്യം? തോമസിന് അറിയാമായിരുന്നു അവനോട് മരിക്കുന്നവരെ അവനോടുകൂടെ നേടുവെന്ന്. അതാണ് ആ തോമസിൻ്റെ ഉപദേശമാണ് തിമോത്തിക്ക് പൗലോസ് അപ്പോസ്തലൻ ബിഷപ്പിന് അരപ്പട്ട കെട്ടുമ്പോൾ ഉപദേശമായി കൊടുക്കുന്നത്. ഭയങ്കരമാണ് ഈ വചനം. ഇതെല്ലാം രഹസ്യങ്ങളാണ് മക്കളെ. തിമോത്തിക്ക് കൊടുക്കുന്ന അഭിഷേക ഉപദേശം എന്നോട് വായിച്ചത്, നാം അവനോട് കൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ, നമ്മൾ അവനോടുകൂടെ മരിച്ചിട്ടുണ്ടെങ്കിൽ അവനോട് കൂടെ ജീവിക്കും. അവനോടുകൂടെ ജീവിക്കും. അപ്പം ജീവിക്കും എന്നുള്ളതല്ല പ്രാധാന്യം, മരണത്തിനല്ല പ്രാധാന്യം. മരണത്തിനല്ല പ്രാധാന്യം. ക്രിസ്തുവിലായിരിക്കുന്നവൻ ജീവിക്കും എന്നുള്ളതിനാണ് പ്രാധാന്യം, മരണത്തിനല്ല. മരണം ഒരു മാർഗമാണ്. ജീവിതം ഒരു ലക്ഷ്യം. ജീവിക്കുക എന്നുള്ളത്, നിത്യമായി ജീവിക്കുക എന്നുള്ള ലക്ഷ്യമാണ്. ആ ലക്ഷ്യം എല്ലാ അംഗങ്ങളിലും ശ്വാസനിശ്വാസങ്ങളിലും സൂക്ഷിച്ച അപ്പോസ്തലനാണ് സെൻറ്റ് തോമസ്. എല്ലാ അഭിവാദനങ്ങളോടും കൂടി നിങ്ങൾക്ക് സെൻറ്റ് തോമസിൻ്റെ വിശുദ്ധ രക്തത്തിൻ്റെ അഭിവാദനം നൽകുമ്പോഴേ ക്രിസ്തുവിന് വേണ്ടി ജീവിക്കാൻ, ക്രിസ്തുവിന് വേണ്ടി മരിക്കാൻ, മരിച്ച് ജീവിക്കാൻ പ്രത്യേക അഭിഷേകം കിട്ടാൻ വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. ഇന്നത്തെ ദിവസം വല്ലാത്തൊരു ദിവസമാണ്. എല്ലാം ഓർക്കുകയും എന്തിനെ അതിജീവിക്കാനുള്ള അഗ്നി ആവഹിക്കുകയും ചെയ്യുന്ന അപ്പോസ്തലൻ്റെ അടിസ്ഥാനത്തിൽ പണിതുയർത്തപ്പെട്ട തിരുസഭയുടെ അംഗമാകാൻ ജീവിക്കാൻ കഴിഞ്ഞതിൽ നന്ദി പറഞ്ഞുകൊണ്ട് എതിരേൽക്കാം. പ്രൈസ് ദി ലോർഡ്.